ഇതാണ് നോർത്ത് കൊറിയ. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ദുരന്തത്തിൽ ജീവിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ അറിയാതെ പോലും എന്തെങ്കിലും അവിടുത്തെ ആൾക്കാർ ചെയ്താലോ അല്ലെങ്കിൽ അവിടുത്തെ ഗവൺമെന്റിനെതിരെ സംസാരിച്ചാലോ പറയുന്ന ആളിനെയും അവരുടെ 3 തലമുറയും ഗവൺമെന്റ് ശിക്ഷിക്കും. അതുമാത്രമല്ല, ഇതൊക്കെ ഓർത്ത് അവിടുന്ന് നാട് വിടാമെന്ന് അവിടുത്തെ സിറ്റിസൺസ് വിചാരിച്ചാലോ ഇതിലും വലിയ പണിഷ്മെന്റ് ആണ് അവരെ കാത്തിരിക്കുന്നത്. അവിടെ നമുക്ക് ദൈവത്തിൽ വിശ്വസിക്കാൻ കഴിയില്ല. നേരെ മറിച്ച് അവിടുത്തെ പ്രസിഡന്റായ കിം ജോങ് എല്ലാവരും ആരാധിക്കുന്നത്. ബാക്കിയുള്ള രാജ്യങ്ങളിൽ വളരെ ഫ്രീ ആയി യൂസ് ചെയ്യുന്ന ഇന്റർനെറ്റ് പോലും നോർത്ത് കൊറിയൻ സിറ്റിസൺസിന് റെസ്ട്രിക്റ്റഡ് ആണ്. അവിടെയുള്ള ഹയർ അതോറിറ്റികൾക്ക് മാത്രമേ ഇന്റർനെറ്റ് യൂസ് ചെയ്യാനുള്ള റൈറ്റ് ഉള്ളൂ. അതും സർക്കാരിന്റെ ഫുൾ നിയന്ത്രണത്തിലാണ് ഈ പറഞ്ഞ ആൾക്കാർ ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയെന്ന് പറഞ്ഞാൽ പുറം ലോകത്തെ പറ്റിയോ അല്ലെങ്കിൽ അവിടെ നടക്കുന്ന കാര്യങ്ങൾ ബാക്കി ആരും അറിയാതിരിക്കാൻ വേണ്ടിയാണ് ഇത്രയും റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. അതുമാത്രമല്ല, അവിടുത്തെ റെസ്ട്രിക്ഷൻസ് എത്രത്തോളം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു പാട്ട് കേൾക്കണമെങ്കിലോ അല്ലെങ്കിൽ ഒരു വസ്ത്രം ധരിക്കണമെങ്കിലോ ഈവൻ ഒരു മുടി വെട്ടണമെങ്കിൽ പോലും അവിടുത്തെ ഗവൺമെന്റ് അനുവദിച്ച പ്രകാരം മാത്രമേ ചെയ്യാൻ അവകാശമുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, അവിടെ ജനിച്ചത് തന്നെയാണ് അവിടുത്തെ ആൾക്കാർക്ക് ഏറ്റവും വലിയ ദുരന്തം.